ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണല്ലോ, പ്രത്യേകിച്ച് പരിചയപ്പെടുത്താനൊന്നുമില്ല. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണിത്. എവിടെ നോക്കിയാലും ഇതിൻ്റെ ആഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഇത്ര ഇങ്ങ് വൈറലാകുന്നതിന് മുന്നേ ഞാനിത് വാങ്ങിച്ച് യൂസ് ചെയ്ത സാധനമാണ് കേട്ടോ. ഞാൻ ആദ്യമേ ഇതിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബോട്ടിലൂടെ വാങ്ങി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചെറിയ രീതിയിൽ ഉള്ള മാറ്റങ്ങളൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ വലിയ ഭയങ്കര മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിത് വീക്കിലി ഒരു 3 times ഒക്കെ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ മുടികളൊക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷേ താരനൊന്നും ഒരു കുറവും എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തിട്ടില്ല. താരനൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വേറെ കുറേ ഹോം റെമഡീസ് ഒക്കെ ചെയ്തിട്ടാണ് താരന് കുറച്ച് ശമനം വന്നത്. അപ്പോൾ ഇത് തേച്ച ടൈമിൽ എനിക്ക് തലയിൽ താരനുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് ചെറിയൊരു സൗണ്ടിന് ഡിസ്റ്റർബൻസ് കാണും, എന്തായാലും അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റോസ്മേരി വാട്ടറിനെ പറ്റിയാണ്. റോസ്മേരി വാട്ടർ ഇത് ഞാൻ വീക്കിലി ഒരു 3 തവണയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു 2 months ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ താരന് ചേഞ്ച് ഒന്നും തോന്നിയില്ല. താരനുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഹെയർ ഫാൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് ഹോം റെമഡീസ് ഒന്നും ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ താരം കളയണമല്ലോ, താരം കളയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് താരന് ഒരുവിധം ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ റോസ്മേരി ലീവ്സ് വാങ്ങിച്ചു നോക്കിയത്. എന്നിട്ട് അത് ബോയിൽ ചെയ്ത് അത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ താരനും ഹെയർ ഫാളും അത്യാവശ്യം മുടിയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ വളരാൻ തുടങ്ങി. അപ്പോൾ അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് റോസ്മേരി ലീവ്സ് തന്നെയാണ്. ഇത് ചെയ്യുമായിരിക്കും, പക്ഷേ പതിയെ ആയിരിക്കും ഇതിൻ്റെ ചേഞ്ച് വരുന്നത്. പക്ഷേ മറ്റേത് എനിക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് തന്നു കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലും ഞാൻ നമ്മുടെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാറ്റമാണോ വന്നത് അതും എനിക്കറിയില്ല. അപ്പം എനിക്ക് ഈ റോസ്മേരി വാട്ടറിനെക്കാട്ടിലും നമ്മൾ റോസ്മേരി ലീവ്സ് വാങ്ങിച്ച് ബോയിൽ ചെയ്തെടുക്കുന്ന വാട്ടറാണ് എനിക്ക് കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് തോന്നിയത്. അപ്പം റോസ്മേരി ലീവ്സ് മുടി വളരാൻ വേണ്ടിയിട്ട് അത്രയും നല്ലതാണെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെക്കാതായിരുന്നു കേട്ടോ റോസ്മേരി ലീവ്സ് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയത്. പക്ഷേ അതിലെനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പം ഇതിലേക്കാളും എനിക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടിയത് നമ്മുടെ ലീവ്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പം പറഞ്ഞു വന്നത് ഇത് പന്നലാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയത് റോസ്മേരി ലീവ്സ് വാങ്ങിച്ച് അങ്ങനെ ഞാൻ യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടിയത്. അതേ പറഞ്ഞിട്ടുള്ളൂ. ഓരോരുത്തരുടെ ഹെയറിലും പ്രവർത്തിക്കുന്നത് ഓരോ ടൈപ്പിലായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് എന്തുമായാലും അത് യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. ഇത് തേച്ചപ്പോഴും വേറെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നെന്നല്ല പറഞ്ഞത്. എനിക്ക് താരന് കുറവൊന്നുമില്ലായിരുന്നു, താരനുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല താരനുണ്ടായിരുന്നു. പക്ഷേ മുടി കൊഴിച്ചിൽ താരൻ്റേതാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് മുടി കൊഴിയുന്നുണ്ടായിരുന്നു, പക്ഷേ പുതിയ ഹെയർ വരുന്നുണ്ടായിരുന്നു ഇത് തേക്കുമ്പോഴും കേട്ടോ. അപ്പം ഞാൻ റോസ്മേരി ലീവ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആമസോണിൽ നിന്നായിരുന്നു. അപ്പോൾ റോസ്മേരി ലീവ്സ് വാങ്ങിച്ചിട്ട് ഞാൻ കുറച്ച് റോസ്മേരി ലീവ്സ് എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം എടുത്തു. അതൊന്ന് നന്നായിട്ട് തിളച്ച് അതൊരു കളർ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആ വെള്ളം. അത് പിന്നെ ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി അങ്ങനെയായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിലാണ് എനിക്ക് കുറച്ചുകൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. അത് യൂസ് ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടും യൂസ് ചെയ്ത് നോക്കൂ. പലർക്കും പലതായിരിക്കും. ഇത് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് മറ്റേത് യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടിയെന്ന് ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് യൂസ് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും അവർ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തായാലും റോസ്മേരി ലീവ്സ് നമ്മുടെ ഹെയറിന് അത്രത്തോളം നല്ല കാര്യമാണ് കേട്ടോ. അത് തേച്ചു എന്ന് കരുതി നമ്മുടെ മുടി കൊഴിയുകയോ അങ്ങനെയുള്ള ഒന്നും വരില്ല. പിന്നെ ഞാനിത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് രാത്രിയിലായിരുന്നു കേട്ടോ. രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് കുറച്ച് ഒരു 10-20 മിനിറ്റ് മുന്നേ ആയിട്ടാണ് ഞാനിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് രാവിലെ ആയിരുന്നു ഞാനിത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അത് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടി. എന്തായാലും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ റോസ്മേരി എന്ന് പറയുന്നത്. അതിൻ്റെ വാട്ടർ ആയാലും അതിൻ്റെ എസെൻഷ്യൽ ഓയിൽ ആയാലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയറിനെ ഒന്ന് തിക്കാക്കാനും ചെറിയ ചെറിയ ബേബി ഹെയർസ് വരാനൊക്കെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഈ റോസ്മേരി ഓയിലും റോസ്മേരി വാട്ടറും ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ റോസ്മേരി ലീവ്സ് ഉപയോഗിച്ച് അങ്ങനെയാണോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത്, അല്ലാതെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്ത് അങ്ങനെയാണോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പോൾ പലർക്കും പല ഇതായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് നമുക്കറിയാലോ.
ഞാനിത് ആദ്യം മേടിച്ച ബോട്ടിലാന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഒരു ക്ലിപ്പ് ഇത് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇങ്ങനെ ആക്കി ഇങ്ങനെ താഴോട്ട് വരുമായിരുന്നു. എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഈ ക്ലിപ്പ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തിരിക്കുന്ന ടൈപ്പ് ആയിരുന്നു എനിക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ രണ്ടാമത് കിട്ടിയത് ഇവിടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് പ്രസ് ചെയ്യുന്നതും ഇങ്ങോട്ട് പ്രസ് ചെയ്യുന്നതും ആണ് രണ്ടാമത് വാങ്ങിയ കുപ്പിയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതായിരുന്നു കുപ്പിയുടെ ചേഞ്ച് എനിക്ക് തോന്നിയത്. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഇതിലുണ്ടായിരുന്ന സാധനത്തിന് വലിയ ചേഞ്ച് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഏകദേശം ഒരേ ഗുണങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുപ്പിക്ക് ഉണ്ടായിരുന്ന ഒരു ചെറിയ ചേഞ്ച് അതായിരുന്നു. അത് ചുമ്മാ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പം റോസ്മേരി വാട്ടറിനെ പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇന്ന്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.